ഒരുപാട് വലിയ പീസാക്കി അരിയരുത്. ഒരു മീഡിയം പരുവത്തിൽ നമ്മൾ ബീഫ് കറിക്കൊക്കെ വേണ്ടി ബീഫ് അരിയത്തില്ലേ, അതേ രീതിയിൽ വേണം നമ്മൾ ലിവർ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ലിവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് കഴുകിയെടുക്കാം. അതേപോലെ തന്നെ ഇച്ചിരി എല്ല് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ല് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ നമുക്ക് ടേസ്റ്റി ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് എല്ല് ആഡ് ചെയ്തത്. നല്ല രക്തമുള്ളതുകൊണ്ട് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കണം. ഒരു 5-6 വെള്ളത്തിലെങ്കിലും കഴുകണം. അഞ്ച് വെള്ളത്തിൽ നമ്മൾ ലിവർ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നമ്മൾക്ക് കഴുകിയെടുക്കണം. അതിന് മുമ്പായിട്ട് ഒരു 2 പൊടിത്തരങ്ങൾ ചേർക്കാനുണ്ട്. അതെന്തിനാണെന്ന് പറഞ്ഞു തരാം. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം വിനാഗിരി. അപ്പം മഞ്ഞൾപ്പൊടിയും വിനാഗിരി നമ്മൾ ചേർത്ത് കഴിഞ്ഞ് ഇത് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ലിവർ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വിഷാംശങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. മാത്രമല്ല പെട്ടെന്ന് ലിവർ വെന്തും കിട്ടും. അപ്പോൾ ഇത് ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. ഇനി 2 വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് നമുക്ക് തോർത്തി വെക്കാം. തീ ഒന്ന് കത്തിച്ചെടുക്കാം. ചട്ടി അങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില, അരിഞ്ഞു വെച്ച സവാള, തക്കാളി, പച്ചമുളക് ചതച്ചത്, വെളുത്തുള്ളി തോലോട് കൂടി ചതച്ചത്, ഇഞ്ചി നമ്മൾ ഇപ്പോഴേ ഇടത്തില്ല. ഇഞ്ചി പുറകിനാലേ ഇടത്തുള്ളൂ. സവാളയും തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴുകാൻ നേരത്ത് ലിവറിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത കൊണ്ട് ഇതിനകത്ത് സ്വല്പമേ ചേർക്കുന്നുള്ളൂ. 3 സ്പൂൺ മുളക് പൊടി, രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ കുരുമുളക് പൊടി, അര സ്പൂൺ ഗരം മസാല പൊടി, സ്പൂണ് മീറ്റ് മസാല,
1 സ്പൂൺ ഉപ്പ്, മസാലപ്പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ലിവർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി വേകാനായിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ലിവറിൽ നിന്ന് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചേക്കുന്നത്. ഇനി ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മൂടി വെച്ച് വേവിക്കുക. ഇതിന് വേകട്ടെ. അങ്ങനെ ലിവർ വരട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അവസാനമായിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ടേസ്റ്റിന് വേണ്ടിയാണ്. കുറച്ച് കറിവേപ്പില കൂടി തൂകി കൊടുക്കുക. ലിവർ വരട്ട് റെഡിയായിട്ടുണ്ട്. നമുക്ക് ലിവർ വരട്ട് പൊറോട്ടയിലേക്ക് കോരി വെച്ച് കൊടുക്കാം. അപ്പം നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. പൊറോട്ടയും ലിവർ വരട്ടും, അതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല്. ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. ഒരു ലിവർ പീസ് ഇങ്ങോട്ട് എടുക്കട്ടെ. പൊടി കഴിക്കാം. അടിപൊളി. പൊറോട്ട ആയിട്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ട്. പൊറോട്ട ആയിട്ടും അതേപോലെ ചപ്പാത്തി ആയിട്ടും കിട്ടു സാധനമാണ്. നിങ്ങളെന്തായാലും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ ചേരുവകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നിങ്ങളെന്തായാലും വീടുകളിൽ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരിക. അതൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അതുകൊണ്ടാണ് ആ ഒരു കാര്യം പറഞ്ഞത്. പുതിയ രുചിവിശേഷമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ്. ബൈ ബൈ.